ചാനലിലേക്ക് സ്വാഗതം. അന്നേരം ചെറിയ മഴച്ചാറ്റിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് നല്ല വെയിലായിരുന്നു. അത്യാവശ്യം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഞാൻ ഉണങ്ങി പറക്കി എടുത്തു കേട്ടോ. അന്നേരം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനും കുട്ടനും കൂടെ ചെറിയ തോതിലൊരു പ്ലാൻ ചെയ്തു. നമ്മുടെ മാളക്കുട്ടിയൊക്കെ ഇനി പഠിക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു ചെറിയ സർപ്രൈസ് കൊടുത്തേക്കാന്ന് വെച്ചു. എന്നാന്ന് ചോദിച്ചാൽ മാളക്കുട്ടി അതിനോട് കുറേ നേരം കണ്ട് ചോദിക്കുന്നുണ്ട് എന്നാന്ന്. ഞാൻ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു കടയിൽ ചെന്ന് കഴിയുമ്പോ പറയാന്ന് പറഞ്ഞു. കുട്ടനോട് ഞാൻ പറഞ്ഞു പറയണ്ട, നമുക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആളിനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം കൊച്ചിനെ കൂടെ കൊണ്ടുപോകുന്ന എന്നാന്ന് ചോദിച്ചാൽ കൊച്ചിന് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തോണ്ടാ കേട്ടോ. ഞാനിപ്പോൾ മേടിച്ചോണ്ട് വന്നു കഴിയുമ്പം അല്ലെ പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടത് ഞാനും കൂടെ കൂടി മേടിച്ചോണ്ട് വന്നാൽ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതോർത്ത് ഇവിടെ കൂടെ കൊണ്ടുവന്നത്. അതൊക്കെ എന്നാന്ന് കാണിച്ചു തരാം. അന്നേരം നല്ല അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ക്ലൂ ഉണ്ടോ? ക്ലൂ ഇല്ല. ഇല്ലല്ലേ? ഉടുപ്പാണോ? അതൊന്നും പറയാം. ആണോ? അതെ. അന്ന് നേരെ പോയി വീഡിയോ കണ്ടിട്ട് പറയാം. അപ്പം ഞങ്ങൾ സിറ്റിക്കൊക്കെ പോയിട്ട് വന്നു. കുറേ ദിവസം കൂടി ഇന്നൊരു തോർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ തന്നെയായിരുന്നു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളോട് ഇവിടെ വെച്ച് പറഞ്ഞില്ല, എങ്കിലും ഞാനും മോളമ്മയും കൂടെ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. നേരത്തെ ഞാൻ തന്നെ കൊച്ചിന് മേടിച്ചു കൊടുത്തതായിരുന്നു. പിന്നെ അതൊന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ആക്കി കടയിൽ ചെന്നപ്പോ എന്നതാ സാധനം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അതെന്ന് പറയുമ്പോ ഇവരുമായിട്ട് പോയിട്ട് സർപ്രൈസ് ആയിട്ട് മേടിച്ചോണ്ട് വരാൻ പറ്റത്തില്ല. കാരണം ഇത് പോയി മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ പറ്റും. അതുകൊണ്ട് എന്നെ അമ്മ കൂട്ടിക്കൊണ്ട് പോയി എടുത്ത് കേട്ടോ. ഒത്തിരി വലിയ സാധനം ഒന്നല്ല, ചെറിയ സാധനം, എന്നാലും ഒത്തിരി മൂല്യമുണ്ട് അതിന്. ഒത്തിരി ഇതൊക്കെ മെമ്മറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് എന്നാന്ന് ആദ്യം കാണിച്ചിട്ട് നമുക്ക് മെമ്മറീസും ഒക്കെ പറയാം. ഇതാണ് സംഭവം. ഇതാ സാധനം കേട്ടോ. ഒരു ചെറിയ ഗോൾഡാ കേട്ടോ. കേട്ടോ, അപ്പൊ ഞാൻ തുറക്കട്ടെ. അപ്പൊ നമ്മൾ സിയാർ ജ്വല്ലറി എന്നാണ് എടുത്ത കേട്ടോ. അതിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമല്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ടിന്ന് പിടിച്ചോ. ടിന്ന് പപ്പായ്ക്കുള്ളതാ അല്ലേ? ഇല്ല, ഇത് ഉണ്ട്. കണ്ണിന് മൂടുള്ളവർക്ക് കാണാൻ പോലും പറ്റിയല്ല. ഇത് കണ്ടോ? കണ്ടോ? മാളക്കുട്ടിക്ക് അന്നേരം ചെറിയൊരു മേക്കാതെ മേടിച്ചതാ കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഇത് കണ്ടോ? ഒരു നക്ഷത്രമൊക്കെ പോലെ വെച്ചേ. നേരത്തെ പറയുമ്പോഴത്തേക്ക് ഈ അമ്മയുടെ കാത കിടക്കുന്ന കുട്ടി ചെറിയൊരു കല്ല് മാത്രം വരുന്നതായിരുന്നു. അമ്മയുടെ ഇഷ്ടത്തിന് അമ്മയുടെ എന്റെ സെയിം കിടക്കാൻ വേണ്ടി അങ്ങനെ മേടിച്ചിട്ടിരുന്ന. ചേച്ചിയുടെ മേക്കാതെ ഒരു വളയമാണ്, അവൾക്ക് അത് ഇഷ്ടമായത്. പക്ഷെ ഞാൻ ഈ വളയം ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കും അത് കുറച്ച് വേദന എടുക്കുമെന്ന് പറഞ്ഞു ഇടുമ്പത്തേക്കും. അന്നേരം ഞാൻ ഓർത്തോ അത് വേണ്ട, ഇനി എല്ലാം ഇട്ട് മുറിയോ പഴുക്കോ എന്തെങ്കിലും ചെയ്താലോ, അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ നോക്കിയതിൽ ഒരു ഹാർട്ടിന്റെ ഉണ്ടായിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ അത് ഞാനിപ്പോ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം അത് യൂസ് ആക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് വലിപ്പ കൂടുതലുണ്ടായിരുന്നല്ലേ. അതുകൊണ്ട് പിന്നെ എന്റെ മുഖത്തിന് എന്തോ ചേരാത്ത പോലൊക്കെ തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതന്നെ എടുത്തു കേട്ടോ. അപ്പം എന്റെ നേരത്തെ കിടന്ന മേക്കാതെന്ന് പറയുമ്പോഴത്തേക്ക് അത് പപ്പ പാലക്കാട് ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് പപ്പ മേടിച്ചു തന്നിരുന്ന മേക്കാതും മാട്ടയും കൂടെ ഇവിടുന്ന് ഇങ്ങനെ ഇടുന്ന സാധനം. അത് പപ്പാടെ വയസ്സായ 7 കൊല്ലമായി. 5ാം ക്ലാസ്സിൽ വെച്ച മേക്കാത് കുത്തിയത് ആദ്യം. അപ്പം പപ്പ മേടിച്ച് ഇട്ടതാ. അത് കഴിഞ്ഞ് ഇപ്പൊ അത് അതിന്റെ പിരിയൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് ഒടിഞ്ഞു പോകുന്ന പോലായി. അന്നേരം പിന്നെ അത് മാറിയേക്കാന്ന് വെച്ചു. അങ്ങനെ മാറിയതാണ്. അന്ന് ഏതാണ്ട് മാട്ടി ഈ മേക്കാതും കൂടെ വേണ്ട 4500 രൂപയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മള് ഈ മേക്കാത് മാത്രം കൊടുത്തപ്പോ ഏതാണ്ട് 4000 രൂപയ്ക്ക് അടുത്ത് കെട്ടി. ഇന്നത്തെ വില അന്നത്തെ വിലയാണ്. നമ്മളെ മിച്ചം ഇരിക്കും. മാട്ടി കൊടുത്തിട്ടില്ല, മാട്ടി ഇവിടെ ഉണ്ട്. കൊച്ചിപ്പോ ഉപയോഗിക്കുന്നിടന്നേ ഉള്ളൂ. മാട്ടി ഒന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയാണ്. നമ്മൾ മാറി എടുത്തെന്നുള്ളതേ ഉള്ളൂ. മറ്റേ ദണ്ടങ്ങാണ്ട് ശരം വളയുവാതെ. ദണ്ടല്ല, തണ്ട് തണ്ട് തണ്ട്. അതിപ്പം ഈ ആണുങ്ങൾക്കൊക്കെ കമ്മലിനെ കുറിച്ചോ മൂക്കുത്തി മേക്കാതെ അങ്ങനെ വലിയ ഗ്രാഹ്യമൊന്നും അവർക്ക് കാണുന്നില്ല. ചിലവർക്കൊക്കെ അറിയാം കേട്ടോ, ചിലവർക്ക്. പിന്നെ അത്
ഞാൻ മിക്കവാറും ഓരോരുത്തരും മൂക്കുത്തിയൊക്കെ ഇട്ടോണ്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ടല്ലോ. അങ്ങനെ നോക്കാറുണ്ടല്ലേ? കുത്തി കാണുമ്പോൾ നമ്മൾ നോക്കും. വീഡിയോയ്ക്കകത്താണെങ്കിലും വെളിപ്പെടുത്തിയത് അത്ര ശരിയായില്ല. ഇടി പാഴ്സൽ വേറെ വരും. അപ്പൊ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നാ കൊച്ചിട ഇട്ടിട്ട് ഭംഗിയുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ കുറെ കൂടെ വലുത്, അതായത് ഒരു പവന്റെ ഒക്കെ മേടിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാതയിൽ ഇട്ടോണ്ട് നടക്കുമ്പോൾ വൃത്തികേടാ വെച്ചാൽ ചെറുതാണ് നല്ലത്. എന്റെ ചെവിയുടെ ഇവിടെ കൊണ്ട് ഇങ്ങനെ വലുപ്പം കുറവാ. അപ്പൊ ഞങ്ങളിങ്ങനെ വലുതൊക്കെ എടുത്തു വെച്ച് നോക്കിയപ്പോഴത്തേക്ക് വലുതൊരു സൂട്ടാവുന്നില്ല, മുഖത്തിന് സൂട്ടാവുന്നില്ല. അന്നേരം പിന്നെ ഇത് മേടിച്ചു കേട്ടോ. കണ്ടോ ചെവി ചുമന്ന് കേട്ടോ. ആ ചെവി ചുമന്ന് നല്ല ഭംഗിയുണ്ട്. കാതെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. മാളക്കുട്ടി ചുമല കളറിലേയും കല്ലും നീല കളറിലേക്ക് എടുത്ത് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നീല എനിക്ക് ഇഷ്ടമായിരുന്നു, ചുമന്നല്ല നീല എനിക്ക് ഇഷ്ടമാ. നീല ഒരു ഇങ്ങനെയുള്ള ഷെയ്ഡുകാർക്ക് ഇടുമ്പോ നല്ല ഭംഗി വരും. പക്ഷേങ്കിൽ ഞാൻ ഓർത്തു പിന്നെ അത് വേണ്ട, എല്ലാ ഉടുപ്പിനൊന്നും മാച്ചായെന്ന് വരികയില്ല. ഉടുപ്പിന് മാച്ച് ഏതിട്ടാലും പിന്നെ വെള്ള കളറാണ് നല്ല വെള്ളക്കല്ല നല്ലത്. പിന്നെ നമ്മൾ ദൂരക്കാഴ്ചക്ക് നോക്കിയല്ലേ, ദൂരക്കാഴ്ചക്ക് നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി ദൂരെ നോക്കുമ്പോൾ ഒരു മേക്കാതെ കൂട്ടിയ വെള്ളക്കല്ലാണെങ്കിൽ അത് തിളങ്ങും. മനസ്സിലായോ? നമ്മുടെ സൈഡ് വൈസ് അടിക്കുമ്പോ തിളങ്ങണമെങ്കിൽ വെള്ളക്കല്ലോ അങ്ങനത്തെ ഒക്കെ ഇടണം, ഇട്ടാലേ പറ്റുള്ളൂ. പക്ഷെ ഈ കല്ലിന് തൂക്കമില്ല കേട്ടോ. കല്ലെടുത്ത് ദൂരോട്ട് കളയും. അത് കിള്ളി ദൂരോട്ട് കളഞ്ഞു. അന്ന് വില കൊടുത്ത് മേടിക്കും, പക്ഷെ കൊടുക്കുമ്പം ദൂരോട്ട് കളയും. അന്നേരം പപ്പ മേടിച്ചു തന്നല്ലേ അത്. അന്ന് മേടിച്ചപ്പോ പൈസ കൊടുത്തല്ലേ മേടിച്ചേ. എന്നാ കല്ലെടുത്ത് വെച്ചോളാം വലത് പപ്പ. ഞാൻ നോക്കിയപ്പോ അവര് കല്ല് ഇങ്ങനെ ഒരു കത്തര വെച്ച് പിടിച്ചിട്ടേ അത് എടുത്ത് ദൂരോട്ട് കാണാനുള്ള ഷോ ആണെന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഉള്ളു. സ്വർണം കയ്യിലിരിക്കുകയാണെങ്കിൽ എപ്പോഴും വിലയുണ്ട്. മാർക്കറ്റ് കൂടുതൽ കിട്ടും. നമ്മളായിപ്പോ പറഞ്ഞാൽ 4 കൊല്ലം മുമ്പ് മേടിച്ച സാധനത്തിന് ഇപ്പം ആ മേടിച്ചതിന്റെ പകുതി അടുത്ത് വില കിട്ടുന്നു. അതെന്നാന്നറിയോ, ഇന്ന് നോക്കി ലാഭം. ഞാൻ ഇത് 13,000 രൂപയ്ക്ക് മേടിച്ചതാ. നമ്മുടെ ഇഞ്ചി പറിക്കുന്ന വീഡിയോ ഇഞ്ചി പറിച്ചിട്ട് മേടിച്ച നമ്മളിട്ടായിരുന്നു. അപ്പൊ അത് വിറ്റിട്ട് മേടിച്ച മോതിരം. ആ സാധനം ഇപ്പൊ ഞാൻ നോക്കിയപ്പോ 22,500 പറഞ്ഞു. അപ്പൊ നമുക്ക് ഏറെക്കുറെ പകുതി വില 4 കൊല്ലം കൊണ്ട് പകുതി വില കയറി വന്നു. 4 കൊല്ലം ആയില്ല അല്ലേ? 4 കൊല്ലം ആയില്ല, 3-3.5 കൊല്ലം ആയേ ഉള്ളൂ. 3 കൊല്ലം. എന്തായാലും മുടക്കിയതിന്റെ പകുതി കൂടെ നമുക്ക് ലാഭമായിട്ട് പോകും. അപ്പൊ സ്വർണം മേടിച്ചു വെച്ചാൽ നേട്ടം തന്നെയാണ്. മൊത്തം കൂടെ ഒന്ന് തൂക്കി നോക്കുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി പൈസ കിട്ടും. ഇനി നമ്മള് സ്വർണം മേടിച്ചു നോക്കുവാണ് നല്ലത്. കാശ് കയ്യിലുണ്ടെങ്കിൽ നമ്മള് വേറെ കൂടുതൽ ബിസിനസ്സിൽ നിന്നും പോകണ്ട. എന്നും പറഞ്ഞ് സ്വർണം മേടിക്കാനുള്ള പൈസ ഇല്ല കേട്ടോ. പപ്പ മെസ്സേജ് തന്നതാണ്, കയ്യിൽ എപ്പോഴേലും പൈസ വരുമ്പോ എല്ലാരും സ്വർണം മേടിച്ചു വെക്കുന്നതാണ് നല്ലതെന്ന്. അല്ല എല്ലാരും ഓർക്കും ഓയ്യോ ഇവരുടെ കൈ ഇഷ്ടം പോലെ പൈസ കാണും, ഇവര് അതുകൊണ്ട് സ്വർണം മേടിച്ചു വെക്കാൻ പറയുന്നത്. നമ്മൾ അതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ. അങ്ങനെ ഓർക്കരുത്. പപ്പ ഒരു മെസ്സേജ് ആണ് പറഞ്ഞത്. ഇപ്പൊ സ്വർണത്തിനൊക്കെ വില കൂടി. ഇപ്പൊ കുറച്ചു നാള് കുറഞ്ഞു കഴിഞ്ഞാലും ഒരു സമയത്ത് കുറച്ച് വില കൂടും. അന്നേരം നമുക്ക് ലാഭമാണ്. അതെ, അന്നേരം അത്യാവശ്യം പൈസ ഉള്ളവരൊക്കെ സ്വർണങ്ങളൊക്കെ എടുത്തു വെക്കുക. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് മാറൂന്ന്. എപ്പോഴേലും മാറി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, മാളക്കുട്ടി ഇനിയിപ്പോ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാലേ കുളിക്കുമ്പോഴൊക്കെ തലയൊക്കെ തോർത്തുമ്പം വല്ല ഉടക്കുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഒടിഞ്ഞു പോയാൽ പിന്നെ അറിയത്തുമില്ല, അത് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില വെച്ച് ഒരു തരി പോയാൽ നമുക്ക് നഷ്ടമാണ്. അപ്പൊ ഇത് ഞാൻ എനിക്കത് മാറി തരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു കൊച്ചിന് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ അമ്മയുടെ കണ്ണിൽ നോക്കി. അന്നേരം നിനക്ക് ഇത് മേടിക്കാനാ വന്നേന്ന് എന്നോട് പറഞ്ഞു. അന്നേരം പിന്നെ ഒത്തിരി സന്തോഷമായി. അപ്പൊ അപ്പോഴത്തെ സർപ്രൈസ് ആയ മുഖമൊന്നും നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ അകത്ത്. സ്വർണ്ണക്കട ഇപ്പോഴും ആ മുഖത്തിന് നല്ല സന്തോഷമാണേ. അല്ല കൊച്ചിന്റെ മാത്രല്ല, കൊച്ചിന്റെ അപ്പന്റെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ആണോ? താങ്ക് യു സോ മച്ച്. അത് ശരി, മാറിക്കൊടുത്തത് ഞാൻ. അമ്മ എവിടെ പോവാ?
ഞാൻ രാധമ്മോട് വരെ പോകാനായിട്ട് ഇറങ്ങിയതാ കേട്ടോ. രാധമ്മ വീട്ടിൽ ഞാൻ രാധമ്മ വീട് എപ്പോഴും പറയും കേട്ടോ. പറയുന്നോണ്ട് എപ്പോഴും അത് ശീലമായി. പക്ഷെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോ എല്ലാരും നേരത്തൊക്കെ ചോദിക്കും നീ രാധമ്മ മൂട് എന്നതാ ഈ പറയുന്ന വീടെന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രാധമ്മ വീട്ടിൽ അന്നേരം രാധമ്മ തൊഴിലുറപ്പിന് പോയേക്കും കേട്ടോ. ഒരാഴ്ചയായിട്ട് അമ്മയ്ക്ക് തൊഴിലുറപ്പൊക്കെ ഉണ്ട്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പണിക്ക് പോവാ കൊച്ചെന്നൊക്കെ പറയും. അന്നേരം ഇന്ന് എനിക്ക് അവിടം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ചേട്ടായിനെ ഒന്ന് കാണണം. അവനെ ഒത്തിരി ദിവസമായി കണ്ടിട്ട്. അന്നേരം രണ്ടുപേരെയും കണ്ട് വച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് വരാന്നോർത്തോണ്ട് പോവാ. മാമന് സിറ്റിയിൽ ലോഡിങ്ങിന്റെ ജോലിയാണ്. അപ്പം മാമൻ 1-ാം തീയതി തൊട്ട് പണി തുടങ്ങി 15-ാം തീയതി വരെ ഉണ്ട്. ഇന്നും കൂടെ ചെന്നിട്ട് കണ്ടില്ലേ പിന്നെ മാമന്റെ ഇന്ന് ജോലിക്ക് വന്നിട്ട് കാണാൻ പറ്റാതായിപ്പോ അല്ലെ മാമനെ ഇനി കാണാൻ 15 ദിവസം കഴിയണം കേട്ടോ. അല്ല പിന്നെ സിറ്റിക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ അവിടെ നിൽക്കുന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. സമയം അല്ലെങ്കിൽ കാണാൻ പറ്റും. പിന്നെ പപ്പ കസേര കൊണ്ട് കൊടുക്കാൻ പോയി. നമ്മുടെ കുടുംബയോഗത്തിന് എടുത്തിട്ട് വന്ന കസേര ഉപ്പുറക്കി കൊണ്ടുപോയിക്കുവാണ് കൊടുക്കാനായിട്ട്. അന്നേരം രാധമ്മ വരുന്ന സമയം അപ്പം ഒരു 4:45 ആകുമ്പോഴത്തേനും അമ്മ തൊഴിലുറപ്പ് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയം നോക്കി ഞാനും ചെല്ലാന്ന് വെച്ചു. ഞാൻ ഓടി ഇങ്ങോട്ട് തിരിച്ചു കയറി പോരുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇന്നിപ്പോ അവിടെ ചെന്നിട്ട് ഇന്ന് അവിടെ നിൽക്കുവാണ്. വലിയ സന്തോഷമാണ്. പണിയെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇച്ചിന്നേരം എന്റെ അടുത്തിരുന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇറങ്ങി പോകാറുള്ളൂ. ഒരു ദിവസം എന്റെ കൂടെ ഇരിക്കാനും വർത്താനം പറയാനും കൈയൊക്കെ പിടിച്ചൊന്ന് തൂത്തു തരാനും ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ അത് നടക്കുന്നില്ല. ഇവിടുത്തെ തിരക്ക് കാരണം എനിക്ക് പറ്റുന്നില്ല. എന്റെ അമ്മയ്ക്ക് എന്നോട് മിണ്ടാനും പറയാനും എന്റെ കൂടെ കിടക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. അമ്മ അങ്ങോട്ട് പോയി പിന്നെ എനിക്ക് എന്റെ അമ്മയോട് മിണ്ടുകയും സംസാരിക്കുകയും കയ്യെ പിടിച്ച് തൂക്കുക ഉമ്മ ഒക്കെ ഒന്നും വേണ്ടേ. അതുകൊണ്ട് പയ്യൻ നടന്നു പോയിട്ട് നമുക്ക് തിരിച്ചു വരാം 6:30 ആകുമ്പോ. എന്നോട് പറഞ്ഞു അമ്മ പോകുന്നതൊക്കെ കൊള്ളാം, 1 മണിക്കൂർ അല്ല 2 മണിക്കൂർ കഴിയുമ്പോ അമ്മ കയറി പോന്നേക്കണം കേട്ടോ. അത് എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ കൂടെ പോകുന്നത് കേട്ടോ. കസാര കൊടുക്കാൻ പോകും ആള്. എന്നിട്ട് വഴിയിൽ ഇറങ്ങിയിട്ട് 2 പ്രാവശ്യം ചോദിച്ചു പെണ്ണെ നീ തിരിച്ചു കയറി വരുവോ ഇന്ന് വരികയല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. ഇവരാരും എന്റെ പിടിയല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കണം. അമ്മ പോയി കഴിയുമ്പോ പിന്നെ ഞാൻ പപ്പായും എന്തോ തന്നെയാ. പപ്പ പറയും എന്റെ ഭാര്യ എന്തിയേ, എന്റെ ഭാര്യ എപ്പോഴാ വരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഒരു വിഷമം പോലെ. അന്നേരം പിന്നെ വിടാത്തതാ കേട്ടോ. പൊക്കോളാനൊക്കെ മനസ്സിൽ പറഞ്ഞാലും പോവല്ലെന്ന് ഉദ്ദേശിച്ചിട്ടാ പറയാറ്. ഇന്നിപ്പം ഞാന് അമ്മയെ കണ്ടിച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ കയറി വരും. ഇനി ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോകും. ഞാൻ ഒരാഴ്ച നിന്നിട്ട് വരും. പോ ഇപ്പൊ തക്കാലോ. നമ്മുടെ റോസാപ്പൂ ആടുന്ന കണ്ടോ, എന്നെ രസമാണെന്നല്ലേ. കാറ്റ് വരുമ്പോ നല്ല രസമായിട്ടാണ് ഇത് ആടുന്നത് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ പഴയ സ്ഥലം കേട്ടോ. ഇതായിരുന്നു അമ്മയുടെ, ഇവിടെയായിരുന്നു നീന്റെ മണ്ടയിലായിരുന്നു അമ്മയുടെ വീട് കേട്ടോ. എന്റെ കല്യാണം എന്റെ ചേട്ടായുടെ കല്യാണം എല്ലാം ഇവിടെ വെച്ചാണ് നടത്തിയത്. കല്യാണമൊക്കെ ഇന്നലെ നടന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. അവിടെ പിന്നെ ഇത് കണ്ടോ പുറകെ ചക്ക കിടക്കുന്നുണ്ടോ. ഈ ചക്ക കണ്ടപ്പോ ഞാൻ പറയുമായിരുന്നു ഞങ്ങൾ രാധമ്മ നട്ട പ്ലാവാണേ. അന്നേരം അതിപ്പോ മൂത്ത് 2-3 ചക്ക കിടപ്പുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഇട്ടോണ്ട് പോകണം. ഇപ്പം വേറെ ഒരാളുടെ കയ്യിലിരിക്കുന്നേ കേട്ടോ സ്ഥലം. ഒരെണ്ണം ഇട്ടോണ്ട് പോവാണ്. വേവിക്കാന്ന് കൂടെയാണോ വരിക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല. വേവിക്കാന്ന് ഞാൻ പറയുമായിരുന്നു. വേറൊരാളുടെ കൈ കൊടുത്തു കഴിഞ്ഞിപ്പോ ഇട്ടോണ്ട് പോയാ കള്ളൻ എന്ന് പറയും. കള്ളൻ. ഞാൻ കള്ളനൊന്നുമല്ല. പിന്നെ വഴിയല്ലേ. ഈ സ്ഥലത്തിന്റെ ഉടമ ഇപ്പൊ ഇവിടെ ഇല്ലതാനും. വെറുതെ ചീഞ്ഞു പോവുക. എന്നാ പിന്നെ ഇഷ്ടമുള്ളവർക്ക് ചക്കയോട് താല്പര്യമുള്ളവർക്ക് കിട്ടോണ്ട് പോകത്തില്ലേ. പോകാം. അപ്പം പകുതി വഴി വരെ നടന്ന് ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ടല്ലേ. ഈ വഴി ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഉണ്ടല്ലോ, ഈ ചെറിയ വഴിയെല്ലാം ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ അടിച്ചു വാരി ഒരു മൊട്ടുസൂചി കിടന്നാൽ കാണാം. ആ രീതിയിൽ ഞാൻ അടിച്ചു വൃത്തിയാക്കി ഇടുമായിരുന്നു കേട്ടോ. വഴി എപ്പോഴും ഇങ്ങനെ. അതൊക്കെ ഇവിടെയുള്ള താമസിക്കുന്ന തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ താമസിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് ഞാൻ ചെല്ലുമ്പോഴൊക്കെ. അതിന്റെ കൂട്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല പറയാറ്, നിന്നെക്കാട്ടിലും മിടിക്കുകയായിരുന്നു നിന്റെ അമ്മ എന്നാ പറയാറ്. അങ്ങനെയാ പറയുന്നേ. അങ്ങനെ എന്ന് പറഞ്ഞ ഞാൻ മിടിക്കല്ലെന്നല്ല, എനിക്കും മിടുക്കൊക്കെ കഴിച്ചൊരു കൂടുതലാ. എന്നാ നമുക്ക് പോവാം. അല്ല അപ്പൊ മാളക്കുട്ടി എന്നെ ഇട്ടിട്ട് മുമ്പിൽ അങ്ങ് പോയി കേട്ടോ. കൈയൊക്കെ പുറകെ കെട്ടി അനങ്ങാതെ ആള് പോകുവാണേ. എന്നതാ പെണ്ണെ അവിടെ നിന്ന് എണ്ണുന്നത്. ചക്കയാണ് എളുപ്പമുണ്ട് എണ്ണ. ഇത് കുരുമുളക് പോയി നിന്ന് കൊടിയ പോയി നിന്നിട്ട് എണ്ണുവാണോ? പിന്നെ എന്നതാ നോക്കിയത്? അതെന്നാ
മാളക്കുട്ടി നോക്കി നിന്ന സാധനം ഇതാ കേട്ടോ. അയ്യോ, വലിയൊരു ചൊറിയമ്പുഴു. ഇതിൻ്റെ രോമം അമ്മ അത് കാണിക്കട്ടെ കേട്ടോ. ആൾക്കാർക്ക് ചിലവർക്ക് ഇതിനെ കാണുമ്പോഴത്തേക്ക് എന്താണ്ട് പോലെ, എനിക്കിതിനെ കാണുമ്പോൾ തന്നെ എന്നാണ്ട് മേലെ ഇങ്ങനെ തരിക്കും, ചൊറിയുന്ന പോലൊക്കെ തോന്നും. പിന്നെ അത് ശകലം എങ്ങാണ്ട് അതിൻ്റെ കയ്യില കാലല മുട്ടിയാൽ മതി, അന്നേരം ചൊറിഞ്ഞ് തടിക്കും വല്ലാണ്ട്. നിക്കണ്ടോ പോയേക്ക്, എനിക്ക് പേടിയല്ല. മാളക്കുട്ടിക്ക് പുഴുവിനെയൊക്കെ ഭയങ്കര പേടിയാ കേട്ടോ. പുഴുവിനെ ഈ പേരയില്ലേ, പേരേനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ. ചേച്ചിക്കും പുഴുവിനെ ഭയങ്കര പേടിയാ. അത് ചോറിയോ എന്റെ പിന്നെ ചൊറിഞ്ഞ ഇടപാട് വരും. പൊന്നുവാണെ പാമ്പിനെ വരെ അടിച്ചു കൊല്ലും, പക്ഷെ പുഴുവിനെ നമുക്ക് പേടിയാ. അതന്നെ അവരിതാന്ന വലിയ പാമ്പിനെ കണ്ടാണല്ലോ പപ്പായും മോളും കൂടെ കമ്പൊക്കെ എടുത്തോണ്ട് പോയി പുറകെ ഓടിച്ചിട്ടടിക്കും. പക്ഷെ ഒരു കുഞ്ഞു പുഴുവിനെ കണ്ടാൽ പൊന്നിന് ഭയങ്കര പേടിയാ. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്ലാവ് കണ്ടതാണേ. ഏറ്റവും താഴെ 2 ചക്ക നോക്കിക്കേ, മണ്ട നടുവശത്ത് വെച്ച് 2 ചക്ക. പിന്നെ ഇങ്ങനെ അങ്ങ് പോയാൽ മണ്ട ഫുള്ളും ചക്കയാട്ടോ. ഇതുണ്ടോ കിടക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചേട്ടൻ കല്ല് പിറക്കി എറിയും. അതുകൊണ്ട് വരുന്നുണ്ടോ ചക്ക എണ്ണിക്കൊണ്ടിരിക്കാതെന്നൊക്കെ മാളക്കുട്ടി പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ കല്ല് വരുന്നതിനിപ്പുറം നമുക്ക് പോകാം അല്ലേ. അപ്പോൾ ഇത് കണ്ടോ റോഡ് ഇങ്ങനെ. ഇപ്പോൾ പ്രായമായവർക്കൊന്നും ഇതിലൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലല്ലേ. അതെ അതെ, ഒത്തിരി ചെറിയ ചെറിയ ഉണ്ട കല്ലുകളും പാറക്കല്ലുകളും ഒക്കെ ഈ റോട്ടിൽ കൂടെ കിടപ്പുണ്ട്. റോഡൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു കുഞ്ഞ കൈവഴിയാണ്. ഈ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഈ മലമുണ്ടിലോട്ട് ഇച്ചിരി കുന്നുംപുറവാണ്, അങ്ങോട്ട് കയറി വേണം ഞങ്ങൾ പഴയ താമസിച്ചിടത്തോട്ട് പോകാനായിട്ട്. അന്നേരം പണ്ടൊക്കെ ഞാനും എൻ്റെ ആങ്ങളെയൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഈ വഴിക്കാണ്. ഈ വഴിക്ക് ഇറങ്ങി റോട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് നടന്നു പോകും. അതാ റോഡ് കാണുന്നത്. ഇവിടെ ഒരു വെള്ള കാണുന്നില്ല നിങ്ങൾക്ക്, അത്രയും ദൂരെ ആയതുകൊണ്ട് കാണത്തില്ലായിരിക്കും. അവിടുന്ന് നേരെ അപ്പുറത്തോട്ട് നടന്ന റൈറ്റ് സൈഡിലോട്ട് നടന്ന സ്കൂളിലോട്ട് പോകുന്നത് അല്ലേ. അന്നേരം ഇതുപോലുള്ള ഈ ദുർഘടം പിടിച്ച വഴി കൂടെ ഒക്കെ നടന്നു വന്ന ഞാനും ചേട്ടായി. ഇവര് ദുബായിലായിരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇതിലെ ഒരു 3 തവണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയും ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട് വീട്ടിൽ പോയി ചെടിക്ക് വെള്ളം ഒഴിക്കണം, തിരിച്ചിറങ്ങി വരണം. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചില ദിവസം വീട്ടിൽ ചെന്നിട്ടാ പോവാ, അല്ലാതെ ചില ദിവസം ഇതിലെ താഴെ കൂടെ തന്നെ നടന്നു പോവാ. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ രാമൂട്ടിൽ നിന്ന് ഒരു 50 രൂപ കൊടുത്ത മെയിൻ റോഡ് വഴി നമ്മുടെ വീട്ടിൽ വരാം കേട്ടോ. വീട്ടിൽ വരാം. പക്ഷെ നമ്മൾ എളുപ്പ വഴി നോക്കി പെട്ടെന്ന് ഒരു കുന്നിറങ്ങി ഇങ്ങോട്ട് വരുന്നതാണ് ഈ വഴിയെ കൂടെ. എന്നാൽ ഞാൻ മിക്ക ദിവസം രാമൂട്ടി വരുമ്പോൾ ഈ വഴി കൂടെ തന്നെ ഇറങ്ങി വരുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മേളിൽ നിന്ന് താഴെ വരാം. ഒത്തിരി ആൾക്കാർ ഇതിലിപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നമ്മുടെ ഈ മുകൾ ഭാഗത്തായിട്ട് താമസിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോഴും ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. അന്നേരം അതമ്മ അന്നേരം 5-6 വഴുതനയൊക്കെ ഇവിടെ നട്ടു വെച്ചല്ല തന്നെ കിളുത്ത് കയറിയെന്നാ പറഞ്ഞേട്ടോ. ആണോ? അങ്ങോട്ട് ഞാൻ കാണിക്കുന്നില്ല, എന്നാന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ രാധമ്മയുള്ള ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കാണിക്കാം. ആണ്ടാ തോർത്ത് താഴോട്ട് വരുന്നു. രാധമ്മ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്നതാ കേട്ടോ. ഇതേ കുറെ കോവലൊക്കെ കിടന്നല്ലോ, അതെല്ലാം പോയോ? മഴയത്ത് മുഴുവൻ പോയി. എല്ലാം പോയല്ലേ? കോവലുണ്ടായിരുന്നു, പാവലുണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു, എല്ലാം പോയി. എല്ലാം സർവത്രയും പോയി ആ മഴയത്ത്. ഭയങ്കര മഴയല്ലായിരുന്നോ? അതുകൊണ്ട് ഇനി വല്ലതും നട്ടുപിടിപ്പിക്കണം, അവിടെ മഴ കഴിയില്ല. രാധമ്മ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. മടുത്ത് തുന്നം പാടി നിൽക്കുവാണ്. അതാണ് ഇത്ര അരിശത്തിൽ നിൽക്കുന്നത്. ഇനിയിപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കാപ്പൂടിയൊക്കെ കഴിഞ്ഞാലേ ഒരു മുഖത്തൊക്കെ ഒരു പ്രസാദം ആകത്തുള്ളൂ. എന്നാ പരിപാടിയായിരുന്നു തൊഴിലുറപ്പിന്? മണ്ണ് കയ്യാല. തൂമ്പ വെച്ച് വെട്ടി കിളച്ച് മണ്ണ് കയറ്റി കയ്യാല പോലെ വെക്കും കേട്ടോ. അതിനാണ് മണ്ണ് കയ്യാല എന്ന് പറയുന്നത്. 7 മീറ്ററാണ് കിളച്ച് കയറ്റുന്നത്. ആണോ? എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 10-40 പേരോളം ഉണ്ട്. പല സ്ഥലത്തായിട്ടാണ്, 3 സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. 3 സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ പണിയുന്നിടത്ത് 10 പേര്, 12 പേരുണ്ട്. 12 പേരുണ്ട്. ഇച്ചിരി ദൂരെ കൂടുതലുണ്ട് നടപ്പല്ലേ? നടന്ന് മടുക്കും രാവിലെ. രാധമ്മയൊക്കെ ഇവിടെ താമസിക്കുന്നിടത്ത് അങ്ങ് പള്ളിക്കലൊക്കെയാണ് പണിയൊക്കെ വെച്ചേക്കുന്നത്. ഒത്തിരി പറമ്പൊക്കെ ഉള്ളവരുടെ പറമ്പിലാണ് പണിയുന്നത്. ഇത്തിരി മെലിയുകയും ചെയ്തു, നടന്നിട്ട് ഇച്ചിരി മെലിയുകയും ചെയ്തു. പിന്നെ നടക്കുന്നതും അത്യാവശ്യം പണിയുന്നതൊക്കെ നല്ലതാണ് കേട്ടോ, ആരോഗ്യത്തിന് നല്ലതാണ്. വീട്ടിൽ ചുമ്മാ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കിടപ്പായി പോകും. നടുവേനും അന്നേരം പറ്റുന്ന സമയത്തൊക്കെ പണിത് പറക്കൊക്കെ നടക്കട്ടെ. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാണാനല്ലേ നമുക്ക് ആഗ്രഹം അല്ലേ? എന്നാൽ കൊച്ചുമോള് പോയിച്ച് കട്ടൻ ചായക്ക് വെള്ളമൊക്കെ വെച്ചേ നമുക്ക് കട്ടൻ ചായയൊക്കെ കുടിച്ചോണ്ട് വർത്താനം പറയാം.